ഫലസ്തീനിലെ ഗസയിൽ കണ്ടതിന് സമാനമായ ഒരു ബഫർ സോൺ ലെബനനിൽ സ്ഥാപിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം സൈന്യത്തിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഈ നീക്കം വെറുമൊരു അതിർത്തി പുനർനിർമ്മാണം മാത്രമല്ല, മേഖലയിലെ രാഷ്ട്രീയ കളത്തിലെ ഒരു വൻ ട്വിസ്റ്റ് കൂടിയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഇക്കാര്യങ്ങൾ നേരിട്ട് വ്യക്തമാക്കി. ലെബനനിലെ ലിറ്റാനി നദി വരെയുള്ള മേഖലയുടെ നിയന്ത്രണം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുക്കുന്നതോടെ ആ പ്രദേശത്തെ ഗ്രാമങ്ങൾ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകും. അതിർത്തിയിൽ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ഭീഷണികൾ ഇല്ലാതാക്കാനുമാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ ഈ നിയന്ത്രിത മേഖല എന്ന് പറയുന്നത് വെറും വേലികെട്ടി തിരിക്കൽ മാത്രമല്ല. ഗസയിലെ റഫയിലും ബെയ്ത് ഹനൂനിലും സംഭവിച്ചതുപോലെ അങ്ങനെ അതിർത്തിക്കടുത്തുള്ള എല്ലാ വീടുകളും തകർക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. ലക്ഷക്കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ ഒഴിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പുതിയ ബഫർ സോൺ രൂപീകരണത്തിന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ നിന്ന് 6 ലക്ഷത്തിലധികം പേർ ഇതിനോടകം തന്നെ കുടിയിറക്കപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ബ്ലാക്ക് ചാപ്റ്ററായി കുറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതേസമയം എന്താണ് ഇസ്രായേലിന്റെ യഥാർത്ഥ ലക്ഷ്യം? കേവലം അതിർത്തി സുരക്ഷയാണോ? ലിറ്റാനി നദി വരെയുള്ള പ്രദേശത്ത് നുഴഞ്ഞുകയറിയ ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയെ തുരത്താനും അവിടെയുള്ള ആയുധശേഖരം നശിപ്പിക്കാനുമാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനപ്പുറം ലെബനനിൽ ഇറാനുള്ള സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യമിട്ട അജണ്ട കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ഇസ്രായേൽ ഇറാൻ ശക്തി പോരാട്ടത്തിന്റെ ഒരു പുതിയ നീക്കമാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തി. ഭാവിയിൽ ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള സമാധാന കരാർ ഒപ്പിട്ടാൽ പോലും ലെബനിലെ ഹിസ്ബുള്ളക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് അദ്ദേഹം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. എന്തായാലും ഇസ്രായേലിന് ഇത്തരം ബഫർ സോണുകൾ ഒരു പുതിയ കാര്യമല്ല എന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. ഫലസ്തീനിലെ ഗസയിൽ യെല്ലോ ലൈൻ എന്നും വെസ്റ്റ് ബാങ്കിൽ സീം സോൺ എന്നും അറിയപ്പെടുന്ന നിയന്ത്രിത മേഖലകൾ അവർക്ക് നിലവിലുണ്ട്. സിറിയയിലെ ഗോലാൻ കുന്നുകളിൽ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിലായിരുന്ന ബഫർ സോണിന്റെ നിയന്ത്രണം അസദ് ഭരണകൂടത്തിന്റെ പതനത്തോടെ ഇസ്രായേൽ നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് ഇതൊരു പുതിയ വിപുലീകരണം മാത്രമാണെന്ന് സാരം. ലിറ്റാനി നദീതീരത്തെ ഈ ഗസ മോഡൽ ബഫർ സോൺ വരും കാലങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ കളിയുടെ അടുത്ത നീക്കങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ്.